എംസി റോഡിൽ പന്തളം ജംഗ്ഷന് സമീപത്തെ ട്രാഫിക് സിഗ്നലിൽ ടൂറിസ്റ്റ് ബസ് സ്വകാര്യ ബസിന്റെ പിന്നിൽ വശത്തായി ഇടിച്ചുകയറി. ടൂറിസ്റ്റ് ബസിന്റെ മുൻവശം തകർന്നു. വാതിൽ ജാമായതിനെ തുടർന്ന് യാത്രക്കാർ കുടുങ്ങി. അടൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് വാതിൽ വെട്ടിപ്പൊളിച്ച് യാത്രക്കാരെ പുറത്തിറക്കി. ഇന്ന് രാവിലെ 8 മണിയോടെയാണ് അപകടം. കൊല്ലത്ത് നിന്ന് ഊട്ടിയിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയി മടങ്ങിയ ടൂറിസ്റ്റ് ബസ്സാണ് മാവേലിക്കര പത്തനംതിട്ട റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ പിന്നിലായി വശത്ത് ഇടിച്ചു കയറിയത്. കോട്ടയം ഭാഗത്തു നിന്നാണ് ടൂറിസ്റ്റ് ബസ് വന്നത്. പത്തനംതിട്ടയിലേക്കുള്ള ട്രിപ്പിലായിരുന്നു സ്വകാര്യ ബസ്. ഇടിയുടെ ആഘാതത്തിൽ ടൂറിസ്റ്റ് ബസിന്റെ മുൻഭാഗം പൂർണ്ണമായി തകർന്നു. വാതിൽ തുറക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. 15 മിനിറ്റോളം യാത്രക്കാർ പുറത്തിറങ്ങാനാകാതെ ടൂറിസ്റ്റ് ബസ്സിൽ അകപ്പെട്ടു. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ 45ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു. ഫയർഫോഴ്സ് എത്തി വാതിൽ വെട്ടിപ്പൊളിച്ചാണ് ആൾക്കാരെ പുറത്തിറക്കിയത്. ടൂറിസ്റ്റ് ബസ്സിലെ യാത്രക്കാർക്ക് നിസ്സാര പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. സ്വകാര്യ ബസ്സിലെ യാത്രക്കാർക്ക് കാര്യമായ പരിക്കില്ല. ക്രെയിൻ ഉപയോഗിച്ച് ടൂറിസ്റ്റ് ബസ് വലിച്ചു മാറ്റിയ ശേഷമാണ് എംസി റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചത്. അടൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ റെസ്ക്യൂ ഓഫീസർ അജി ഖാൻ റെസ്ക്യൂ ഓഫീസേഴ്സായ കൃഷ്ണകുമാർ, അരുൺജിത്ത്, സന്തോഷ് ജോർജ്, ഹരിലാൽ, രാജേഷ്, ശ്രീകുമാർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. Ando.